ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ചിക്കനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കന് കുറച്ച് മസാല തേച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ആ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ കുരുമുളക്, പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ. അപ്പം അത് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നതാണ് നല്ലത്. അപ്പം അതും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇത് നമ്മുടെ ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് റൈസും സെയിം തന്നെ നമ്മുടെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊരു സെല്ല റൈസ് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ഇത് ഒരു മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ 1 മണിക്കൂർ ആയ ചിക്കനെ നമ്മൾ പിന്നെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുക. ആ കൂട്ടത്തിൽ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ അതേപോലെ തന്നെ ചെറിയ സവോളയും കൂടി അരിഞ്ഞതിൻ്റെ മുകളിലോട്ടിട്ട് നമ്മളിതിനെ ചെറുതീരൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതേ സെയിം ടൈമിൽ തന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് മാഗി ക്യൂബ്സ് ആഡ് ചെയ്യുക. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതായത് സ്പൈസസ് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുരുമുളകും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ചെറുനാരങ്ങ, ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടില്ല. അപ്പം അതും വെച്ച് അടച്ച് വെക്കുക. അതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇതിൽ കാണുന്ന ക്യാപ്സിക്കവും സവോളയൊക്കെ അടിയിലാകുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കണം കേട്ടോ. ഈ സമയം നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ച് കഴിയുമ്പം ഈ കഴുകി വെച്ചേക്കുന്ന അരി പിന്നെ വാർത്ത് വെച്ചേക്കുന്ന അരി ഇതിനകത്തോട്ടിട്ട് പിന്നെ ഒരു 80% കുക്കാകുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ 80% വെന്ത അരി റെഡി ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ റെഡി ആയ ചിക്കനിലോട്ട് ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരിയുടെ ഹാഫ് തട്ടിക്കൊടുക്കുക. ഹാഫ് ഇതിനകത്തോട്ട് നന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് അടുക്കി വെക്കുക. അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബാക്കി വന്ന റൈസ് ഉണ്ടല്ലോ, ആ ബാക്കി വന്ന റൈസും കൂടി ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തിട്ട് ഇത് നമ്മൾ ദം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം തട്ടി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ച് അങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതേ അടിപൊളി റൈസ് ഇവിടെ റെഡിയാണ് കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ചട്നി വേണ്ടേ. അപ്പോൾ ഒരു അറബിക് ചട്നി ഉണ്ടാക്കാനാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ചട്നിയും റെഡിയാവും. ഇത് നന്നായിട്ട് അരഞ്ഞു പോകല്ലോ കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോവേ. അപ്പം ഇത് രണ്ടും ഇവിടെ റെഡിയായ സ്ഥിതിക്ക് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.